1914 ശേഷം ആദ്യമായി ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുശേഷിപ്പുകൾ പൊതുദർശനത്തിന്. സ്പാനിഷ് മിസ്റ്റിക്കും വിശുദ്ധയുമായ അമ്മ ത്രേസ്യായോട് പ്രത്യേകമായ വിധം പ്രാർത്ഥിക്കാനുമുള്ള അപൂർവ അവസരമാണിത്. അസ്ഥികളുടെയും ഹൃദയത്തിൻ്റെയും വ്യക്തിഗത വസ്തുക്കളുടെയും ശകലങ്ങൾ ഉൾപ്പെടെയുള്ള ഈ തിരുശേഷിപ്പുകൾ 1515 മാർച്ച് 28-ന് വിശുദ്ധയുടെ ജനനത്തിൻ്റെ 510-ാം വാർഷികം ആഘോഷിക്കുന്ന സാഹചര്യത്തിലാണ് സ്പെയിനിലെ ആൽബ ഡി ടോർമസിലെ കോൺവെൻറ്റ് ഓഫ് ദി അനൺസിയേഷനിൽ വിശ്വാസികൾക്കായി പൊതുദർശനത്തിന് തുറന്നു നൽകിയിരിക്കുന്നത്. വിശുദ്ധ അമ്മ ത്രേസ്യായുടെ മരണശേഷം 444 വർഷത്തിനിടെ തിരുശേഷിപ്പുകൾ പൊതുജന വണക്കത്തിനായി ലഭ്യമാക്കുന്നത് ഇത് 3-ാം തവണയാണ്. മുമ്പ് 2 അവസരങ്ങളിലും ഏതാനും മണിക്കൂറുകൾ നേരത്തേക്ക് മാത്രമായിരുന്നു പൊതുദർശനം നടത്തിയത്. 1760-ൽ മൃതകുടീരം 7 മണിക്കൂർ നേരത്തേക്ക് തുറന്നു. 1914-ൽ 1 ദിവസത്തേക്ക് തുറന്നു. വിശുദ്ധ തെരേസ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ പുതിയ വിവരങ്ങൾ ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയിരുന്നു. വിശുദ്ധയുടെ അസ്ഥികളെക്കുറിച്ചുള്ള സമീപകാല റേഡിയോഗ്രാഫിക് പഠനങ്ങൾ കഠിനമായ ഓസ്റ്റിയോപീനിയയുടെയും ഓസ്റ്റിയോപൊറോസിസിൻ്റെയും ലക്ഷണം കാണിക്കുന്നു. കൂടാതെ ശ്വസനവും വിശ്രമവും ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിലുള്ള കൂനും കാൽമുട്ടിൻ്റെ തേയ്മാനവും വിശുദ്ധയെ അലട്ടിയിരുന്നതായി പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു.